ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ശാരദ എത്രയും വേഗം ഗംഗയുടെ കല്യാണം നടത്താൻ തന്നെ തീരുമാനിക്കുകയാണ്. ഹോം സ്റ്റേയിൽ നടന്ന പ്രശ്നങ്ങൾക്ക് ശേഷം കാവേരിയുടെ വാക്കുകൾക്കൊന്നും യാതൊരുവിധ പരിഗണനയും നൽകാതെ എത്രയും വേഗം ഗംഗയെ കല്യാണം കഴിച്ചയപ്പിക്കണം. അതുകൊണ്ട് തന്നെ ജയപാലൻ കൊണ്ടുവന്ന ആലോചനയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഗംഗയുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ വീട്ടിൽ ഒരു ആൺതുണ വരും. ആൺതുണ ഇല്ലാത്തതിനാലാണ് ഇപ്പോൾ ഈ വക അവസ്ഥകളൊക്കെ തൻ്റെ കുടുംബത്തിലുണ്ടാകുന്നത് എന്നൊരു ചിന്തയൊക്കെ ജയപാലൻ ശാരദയുടെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കല്യാണം നടത്താൻ തീരുമാനിക്കുക. അപ്പം നമ്മുടെ കാവേരി ആണെങ്കിൽ ആകുന്ന ആ കല്യാണം മുടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഗംഗയോട് സംസാരിക്കുമ്പം അമ്മ എന്ത് തീരുമാനിക്കുന്നോ അമ്മയുടെ തീരുമാനത്തിനൊത്തേ ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ, എൻ്റെ ജീവിതത്തെപ്പറ്റിയൊന്നും ഞാനിപ്പോഴും ആലോചിക്കുന്നില്ല എന്നാണ് ഗംഗ സംസാരിക്കുന്നത്. പക്ഷെ ഗംഗയ്ക്കും വിനീതും ഒത്തുള്ളൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അമ്മയുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് അമ്മ ഇപ്പോൾ ആഗ്രഹിക്കുന്ന എത്രയും വേഗം ഈ വന്ന ആലോചനയുമായിട്ട് മുന്നോട്ട് പോകണമെന്ന്. അപ്പോൾ അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നൊരു നിലപാടിൽ എത്തിച്ചേരുകയാണ് ഗംഗയും. അപ്പോൾ കാവേരി ആകെ നിസ്സഹായമായി പോവുകയാണ്. കാരണം ഗംഗ പോലും തൻ്റെ കൂടെ നിൽക്കുന്നില്ല. ഇപ്പോൾ വിനീതിന് സംസാരിക്കുമ്പോൾ വിനീതിനാണെങ്കിൽ ഒരുപാട് സങ്കടമുണ്ട് ഗംഗയ്ക്ക് മറ്റൊരു വിവാഹാലോചന വന്നതിൽ. പക്ഷേ ഗംഗയുടെ ഭാഗത്തു നിന്നും തനിക്ക് അനുകൂലമായിട്ട് യാതൊരുവിധ മറുപടിയും വരാത്തത് കൊണ്ട് തന്നെ നിസ്സഹായനായി പോവുകയാണ് നമ്മുടെ വിനീതും. അപ്പോൾ കാവേരി വിനീതനോട് പറയുന്നുണ്ട്, ഒറ്റ തവണ വിനീതേട്ടൻ ഗംഗേച്ചിയോടൊന്ന് സംസാരിച്ച് നോക്ക്. ഗംഗേച്ചിക്ക് ഈ വിവാഹത്തിൽ ഒരു ഇഷ്ടവും ഇല്ല. അമ്മ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്നതാ. അമ്മ ചേച്ചിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിരിക്കുക. ആ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം കൂടി അയാൾ നോക്കൂന്നൊക്കെയാ അമ്മയുടെ ധാരണ. ഞങ്ങളുടെ കാര്യം നോക്കാൻ മറ്റൊരാൾ എന്തിനാ? ഞങ്ങളെല്ലാം സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നവരാ. പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ആ ജയപാലനില്ലേ, അയാൾ ഒറ്റ ഒരുത്തിന് ഇതിനൊക്കെ കാരണം. അയാൾ അതും ഇതും ഒക്കെ പറഞ്ഞ് അമ്മയുടെ മനസ്സ് മാറ്റിയിരിക്കുക. ഞങ്ങളെക്കാളൊക്കെ വിശ്വാസമാണ് അമ്മയ്ക്ക് ആ ദുഷ്ടനെ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ജയപാലൻ്റെ ഏകദേശ സ്വഭാവം അറിയാവുന്ന വിനീതും പറയും, എനിക്കൊരു പ്രതീക്ഷയില്ല അമ്മായി പറയുന്നതിന് എതിരായിട്ട് ഗംഗ എന്തെങ്കിലും പ്രവർത്തിക്കുമെന്ന്. പക്ഷേ ഞാൻ അവളോടൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് വിനീത് പറയാം. അങ്ങനെ ഗംഗയ്ക്കും വിനീതിനും സംസാരിക്കാനുള്ള ഒരു സന്ദർഭം ഒരുക്കി കൊടുക്കുകയാണ് കാവേരി. പക്ഷെ ഗംഗയുടെ മുഖത്ത് ആകെ ഒരു നിസ്സംഗതയാണ് നമ്മുടെ വിനീതിന് കാണാനായിട്ട് സാധിക്കുന്നത്. തൻ്റെ പൂർണ്ണ മനസ്സോടുകൂടിയാണോ അമ്മായി ഈ വിവാഹാലോചനയുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പം അങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല വിനീതേട്ടാ. എൻ്റെ അച്ഛൻ പോയി. എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചതോടുകൂടി എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം അവസാനിച്ചു. അമ്മയെ കൂടി ഞാൻ കാരണം വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്നാണ് മറുപടി കൊടുക്കുന്നത് കേട്ടോ. അത് കേൾക്കുമ്പം നമ്മുടെ വിനീതിൻ്റെ ചങ്ക് തകർന്നു പോവുകയാണ്. ഗംഗയുടെ ഭാഗത്തു നിന്നും എനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ല വിനീതേട്ടാ എന്നൊരു വാക്ക് പ്രതീക്ഷിച്ചാണ് നമ്മുടെ വിനീതും വന്നത്. എന്നാൽ ഗംഗ ആകെ ഒരു നിസ്സംഗതയോടുകൂടിയാണ് പെരുമാറുന്നത്. തനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല, അമ്മയെ വേദനിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടിൽ. അതുകൊണ്ട് തന്നെ വീട്ടിൽ കാവേരി എന്തുമാത്രം എതിർത്തിട്ടും ശാരദയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഈ കല്യാണം ഞാൻ നടത്തും, ഞാൻ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും കൂടി പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ കാവേരിയും എല്ലാത്തിനും കൂടെ നിൽക്കുക അല്ലാതെ വേറൊരു വഴിയില്ലാതാവുക. എങ്കിലും കല്യാണം വരെ ഇത് എത്തിക്കില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെ കാവേരി നിൽക്കുകയാണ്. അപ്പം നിശ്ചയമല്ലേ നടക്കാൻ പോകുന്നുള്ളൂ. അതിനുശേഷം കല്യാണം താൻ എങ്ങനെയെങ്കിലും മുടക്കും എന്ന് സ്വയം വാക്ക് നൽകുകയാണ് കാവേരി കേട്ടോ. ഇതേ സമയം നിശ്ചയത്തിനുള്ള എല്ലാ ആൾക്കാരും വീട്ടിലേക്ക് വരികയാണ്. കല്യാണ പയ്യനായിട്ടുള്ള സൂരജും അയാളുടെ വീട്ടുകാരും ഒക്കെ വരിക. അവരുടെ പെരുമാറ്റമോ നോട്ടോ ഒന്നും നമ്മുടെ കാവേരിക്കോ യമുനിക്കോ എന്തിന് നിളയ്ക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല. പെണ്ണുങ്ങളെ കാണാത്ത പോലെയുള്ള അയാളുടെ ഒരു രീതിയും അയാളുടെ പ്രായവും ഒക്കെ അവർക്ക് ഒരു ഇഷ്ടക്കേട് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഗംഗ ഇതൊന്നും ശ്രദ്ധിക്കുന്നു പോലും ഇല്ലേ. അപ്പം നിശ്ചയത്തിനുള്ള കാര്യങ്ങളൊക്കെ ജയപാലൻ വളരെ ധൃതിപ്പെട്ടാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പം ജയപാലൻ്റെ ഈ ധൃതിയും പെരുമാറ്റവും ഒക്കെ നമ്മുടെ കാവേരി ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും തൻ്റെ കുടുംബത്തിന് നല്ലത് വരുന്ന ഒരു കാര്യവും ജയപാലൻ ചെയ്യാൻ പോകുന്നില്ല. ഇതിന് പിന്നിൽ അയാൾക്ക് എന്തോ ഗൂഢമായ ഒരു ലക്ഷ്യമുണ്ട്. അത് കണ്ടെത്തണം എന്ന് തന്നെ കാവേരി തീരുമാനിക്കുകയാണ്. നിശ്ചയത്തിനുള്ള കാര്യങ്ങളൊക്കെ ജയപാലൻ ധൃതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഒരു ചെറിയ പയ്യൻ വന്ന് കല്യാണ ചെറുക്കൻ്റെ മടിയിലിരിക്കുന്നത്. അച്ഛാ, നമ്മളിത് എവിടെയാ? ഈ ആൻറ്റി ആരാ? ഇവരെന്താ നമ്മളുമായിട്ടുള്ള ബന്ധം? എങ്ങനെ 100 സംശയങ്ങളൊക്കെ വെച്ച് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പം തന്നെ ചുറ്റും കൂടി നിന്നുള്ളവരെല്ലാം ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ശാരദയും മക്കൾക്കും വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. രണ്ടാം കെട്ടുകാരനായ ഒരാളാണോ തൻ്റെ ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്നുള്ള യാഥാർത്ഥ്യം സഹിക്കവയ്യാതെ
നമ്മുടെ കാവേരി പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ശാരദ കാവേരിയുടെ കൈ പിടിച്ചു നിർത്തും. പെട്ടെന്ന് ചെറുക്കൻ്റെ അമ്മ വന്നിട്ട് ആ പയ്യനെ എഴുന്നേൽപ്പിക്കുകയാണ്. മോനിങ് വന്നേ, അച്ഛമ്മ ഒരു സൂത്രം കാണിച്ചു തരാം, ദേ ഗെയിം കളിക്കാൻ ഫോൺ തരാം എന്നൊക്കെ പറഞ്ഞ് അവനെ അവിടുന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം ശാരദയുടെ കൈ വിടിപ്പിച്ചുകൊണ്ട് കാവേരി അങ്ങോട്ട് കയറി നിൽക്കാം. അപ്പോൾ ജയപാലൻ പറയും, അതാരോ നീ അതൊക്കെ വിട്, പെട്ടെന്ന് നിശ്ചയത്തട്ട് നമുക്ക് മാറ്റാം എന്ന് ജയപാലൻ ഇങ്ങ് പറയാം. ആ നിശ്ചയത്തട്ടൊക്കെ മാറ്റാൻ നിൽക്കട്ടെ, ഈ പയ്യൻ ആരാണെന്ന് പറയാതെ ഈ നിശ്ചയം നടക്കാൻ പോകുന്നില്ല എന്ന് കാവേരി പറയാം. അത് പിന്നെ മോളെ അത് എന്നും പറഞ്ഞ് ജയപാലനും എന്ത് പറയണമെന്നറിയാതെ നിൽക്കാം. അപ്പം ആ കല്യാണ ചെറുക്കൻ്റെ അടുത്ത് നിന്ന് കാവേരി ചോദിക്കും, ഇത് നിങ്ങളുടെ മകനാണോ, സത്യം പറയണം, ഇത് നിങ്ങളുടെ രണ്ടാം കെട്ടാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പം അയാൾ തല കുനിച്ച് നിൽക്കുകയാണ്. അപ്പം ശാരദയ്ക്ക് എല്ലാം ബോധ്യപ്പെടുക. തൻ്റെ മകൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആലോചന ഒരു രണ്ടാം കെട്ടുകാരൻ്റെയാണ്, അതും അയാൾക്കൊരു മകനും ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ശാരദയെ അടിമുടി തകർത്ത് കളയുകയാണ്. ജയപാലനെ ഇത്രയേറെ വിശ്വസിച്ചിട്ട് ജയപാലേട്ടൻ തന്നോട് ഇത്ര വലിയൊരു ചതി ചെയ്തോ എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് ശാരദ മുഹൂർത്തം കഴിഞ്ഞു പോവുക, കാവേരിയോട് മാറാൻ പറ, ഇവ കല്ലേൽ വെച്ചിട്ട് എടുത്തുചാട്ടം കൂടുതലാണ്. കാവേരി ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല ജയപാലേട്ട, ഈ ആള് രണ്ടാം കെട്ടാണോന്ന് എനിക്കും അറിയണം. എൻ്റെ മോള് ഒരു രണ്ടാം കെട്ടുകാരനെ കല്യാണം കഴിക്കേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്ക് വന്നിട്ടില്ല എന്ന് പറയാം. അത് പിന്നെ ശാരദേ, നിങ്ങളോടിത് പറയണമെന്ന് ഞാൻ കരുതിയിരുന്നതാ. ഇവിടുത്തെ സാഹചര്യമൊക്കെ ശാരദയ്ക്കും അറിയാലോ, ഒന്നും കൊടുക്കാനൊന്നും ഇല്ലെന്ന് എനിക്കും അറിയാം. ഈ വീട് മാത്രമല്ലേ ഇപ്പം കൈമുതലായിട്ടുള്ളൂ, അതുകൊണ്ടാ പിന്നെ ഇത് പറയേണ്ട കാര്യമില്ല എന്ന് ഞാനങ്ങ് കരുതി എന്ന് പറയാം. ഓഹോ, ഇത് എന്നോട് പറയണ്ടെന്നല്ലേ, എൻ്റെ മോളുടെ കല്യാണക്കാര്യം ഞാനും എൻ്റെ മക്കളും അറിയണ്ട ല്ലേ, തൽക്കാലം ഈ വിവാഹ നിശ്ചയം നടത്താൻ എനിക്ക് താല്പര്യമില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി ശാരദ പറയാണ്. എൻ്റെ മോളെ രണ്ടാം കെട്ടുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേണ്ട യാതൊരുവിധ ഗതികേടും ഇല്ല എന്ന് പറയാം. ശാരദ, നീ ഇത് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് അപ്പോൾ പ്രവീണൻ ജയപാലനും കൂടി ചോദിക്കുകയാണ് കേട്ടോ. ജയപാലൻ്റെ ഭാര്യ പ്രവീണയും നിശ്ചയത്തിന് വന്നിട്ടുണ്ട്. പ്രവീണെ, നിന്റെ മകൾ രാഗിണിക്ക് ഇങ്ങനൊരു കല്യാണാലോചന വന്നിരുന്നെങ്കിൽ നീ രണ്ട് കൈയും നീട്ടി അവരെ സ്വീകരിക്കുമായിരുന്നു എന്ന് ചോദിക്കുക. അത് പിന്നെ എൻ്റെ മോക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരേണ്ട എന്ത് കാര്യമാണ് ശാരദയുള്ളത്, ഇവിടുത്തെ സ്ഥിതിയാണോ അവൾക്ക്, അവളുടെ കല്യാണം നല്ല ആർഭാടത്തോടെ നടത്താനുള്ളതെല്ലാം ഞങ്ങളവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും അവർ ചോദിക്കുന്നതിലധികം പൊന്നും പണവും ഒക്കെ കൊടുക്കാനും ഉണ്ട്. അതുകൊണ്ട് എൻ്റെ മോളൊരു രണ്ടാം കെട്ടുകാരനെ കൊണ്ടൊന്നും ഞാൻ കെട്ടിക്കില്ല എന്ന് പറയാണ് കേട്ടോ. നിന്റെ മോളെ നീ ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ട് കെട്ടിക്കില്ല അല്ലേ, അപ്പം എൻ്റെ മകൾക്കൊരു രണ്ടാം കെട്ടുകാരൻ്റെ ആലോചന കൊണ്ടുവരുന്നതിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ എന്ന് ശാരദ ജയപാലനോടും പ്രവീണിയോട് ചോദിക്കാം. അപ്പം ജയപാലൻ തൻ്റെ യഥാർത്ഥ മുഖം പുറത്ത് കാണിക്കുകയാണ് കേട്ടോ. അല്ല ശാരദ പറഞ്ഞത് എങ്ങോട്ടാ വരുന്നത്, ശാരദയുടെ പറച്ചിൽ കേടത്തൊന്നുമില്ല ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തെന്ന്, കൈ കൊടുക്കാൻ ഒരു തരം സ്വർണവും പണവും ഒന്നുമില്ല, എങ്കിലും എൻ്റെ അരവിന്ദൻ്റെ മക്കളല്ലേ, എങ്ങനെയെങ്കിലും പേടിച്ചു പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു കല്യാണാലോചന കൊണ്ടുവന്നപ്പം എനിക്കിപ്പം ഇല്ലാത്ത കുറ്റമില്ലല്ലോ. ദേ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, പിന്നെ ഒരു കാര്യത്തിനും ഫോൺ വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്, തള്ളയും മക്കളും എങ്ങനെയാണെങ്കിൽ ജീവിച്ചോളൂ എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന രാധമ്മയ്ക്കും ശാരദയ്ക്കും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ജയപാലേട്ടൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ കാവേരി അങ്ങോട്ട് വന്നിട്ട് പറയും, അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ഏത് കാര്യത്തിലാണ് നിങ്ങളോട് സഹായം ചോദിച്ച് വന്നിട്ടുള്ളത്, ഇങ്ങോട്ട് വലിഞ്ഞു കയറി ഓരോ തവണയും വരുന്നത് നിങ്ങളല്ലേ, ഞങ്ങളുടെ കുടുംബത്തിന് ദോഷം വരുന്ന എന്തെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടല്ലോ. അച്ഛനെ പറ്റിച്ച് കുറേ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ എണ്ണി ചോദിക്കാനേ ഞാനിവിടെ ജീവനോടുണ്ട്, എല്ലാത്തിനും തെളിവ് ഞാൻ കണ്ടുപിടിക്കും എന്ന് പറയാം. ഓ, നിങ്ങളുടെ അച്ഛനെ ഞാൻ പറ്റിച്ചെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെളിവ് സഹിതം നീ എന്നെ പൂട്ടാൻ നോക്കടി എന്ന് ജയപാലൻ കാവേരിയോട് വെല്ലുവിളിക്കുകയാണ്. അതിനുശേഷം ശാരദയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, ശാരദേ, എന്നെ പിണക്കി വിടുന്നത് അത്ര നല്ലതല്ല, ഈ നാട്ടിൽ നിന്നും നിന്റെ മകളെ ആരെങ്കിലും കെട്ടുന്നത് എനിക്കൊന്ന് കാണണം എന്ന് വെല്ലുവിളിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ശാരദ പറയും, എൻ്റെ മകളുടെ കല്യാണം ഞങ്ങൾ ഉദ്ദേശിച്ച മുഹൂർത്തത്തിൽ തന്നെ നടത്തും, ഇല്ലെങ്കിൽ ജയപാലേട്ടൻ നോക്കിക്കോ, ഇനി ഒരു സഹായത്തിനും ജയപാലേട്ടൻ്റെ അടുത്തേക്ക് ഞാനോ എൻ്റെ മക്കളോ വരത്തില്ല, ഇനിയിപ്പം നിങ്ങളായിട്ട് ഇങ്ങോട്ട് വരികയും വേണ്ട, ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യം നോക്കാം, ഞങ്ങൾക്കറിയാം എന്ന് പറയാം. അപ്പോൾ പ്രവീണ പറയും, ജയപാലേട്ടന് ഇപ്പോഴെല്ലാം സമാധാനമായോ, ഇവരുടെ ഓരോ കാര്യത്തിനും ഓടി നടന്നിട്ട് പകരം എന്താ കിട്ടിയത്, ശാരദയും മക്കളിൽ നിന്നും ഇങ്ങനൊരു പെരുമാറ്റം ഞങ്ങൾ ആരും വിചാരിച്ചില്ല, നിങ്ങൾക്ക് കൊണ്ടുവന്നിരുന്ന നല്ലൊരു ആലോചന തന്നെയായിരുന്നു ഇത്, രണ്ടാം കെട്ടാണെന്ന് ഒഴിച്ചാൽ നല്ലൊരു കുടുംബമായിരുന്നു അത് എന്നൊക്കെ പറയാം. വേണ്ട പ്രവീണെ, ഇനി കൂടുതൽ പറഞ്ഞ് ന്യായീകരിക്കൊന്നും വേണ്ട, നിങ്ങളുടെയൊക്കെ യഥാർത്ഥ ചിന്തയും സ്വഭാവവും എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ഇനി ദയവ് ചെയ്ത് ഒരു സഹായവുമായിട്ട് ഇങ്ങോട്ട് വരികയും വേണ്ട എന്ന് പറയാണ് കേട്ടോ. എന്നെ വെല്ലുവിളിച്ച് ശാരദ കല്യാണം നടത്തുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ജയപാലൻ അവിടെ നിന്ന് ഇറങ്ങി
പോവാം. അപ്പം നമ്മുടെ ശാരദ തകർന്നിരിക്കുകയാണ് കേട്ടോ. ജയബാലൻ്റെ ഇങ്ങനൊരു മുഖം ഒരിക്കലും ശാരദ പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ മകള് കാവേരി ഒരു 100 തവണ പറഞ്ഞിട്ട് പോലും കാവേരി താൻ വിശ്വസിച്ചില്ല. അപ്പം കാവേരി അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, അമ്മയ്ക്ക് ഇപ്പം ബോധ്യപ്പെട്ടോ ജയബാലൻ അയാളുടെ യഥാർത്ഥ മുഖം എന്താണെന്ന്? നമ്മുടെ അച്ഛനെ അയാൾ പറ്റിച്ചത് അമ്മ ഒന്ന് ദയവ് ചെയ്ത് വിശ്വസിക്കുക. ഗംഗേച്ചിയുടെ കല്യാണം നമ്മൾ നടത്തും, അതിനു പറ്റിയ പയ്യനും ഉണ്ട് എന്ന് ചോദിക്കുക. നീ ആരുടെ കാര്യം മോളെ പറയുന്നേ എന്ന് ചോദിക്കുക. മറ്റാരാ? വിനീതേട്ടൻ. ഗംഗേച്ചിയെ മാത്രം സ്വപ്നം കണ്ട് കുട്ടിക്കാലം തൊട്ട് നടക്കുന്ന ആളാ വിനീതേട്ടൻ. ആ വിനീതേട്ടന് ഇനിയെങ്കിലും ഒരു അവസരം കൊടുക്കമ്മേ എന്ന് പറയാം. പക്ഷേ സുജാത അതിന് സമ്മതിക്കുമോ എന്ന് ചോദിക്കുക. രാധമ്മ വന്നിട്ട് പറയും, സുജാതയുടെ ഒപ്പമാണോ നിന്റെ മോള് ജീവിക്കേണ്ടത്? വിനീതൻ്റെ ഒപ്പമല്ലേ? എന്തായാലും അവനെ കല്യാണം കഴിച്ചെന്ന് കരുതി ഇവളുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് പോലും വീഴാൻ അവൻ എന്തായാലും സമ്മതിച്ചു കൊടുക്കില്ല. ഇനിയെങ്കിലും അവനെ കൂടി ഒന്ന് പരിഗണിക്കേണ്ട ശാരദ എന്ന് രാധമ്മയും തീർത്ത് കൽപ്പിച്ച പോലെ പറയണം കേട്ടോ. അപ്പോൾ വിനീതനോട് സംസാരിക്കാൻ തന്നെ നമ്മുടെ ശാരദ തീരുമാനിക്കുകയാണ്. അങ്ങനെ വിനീതിൻ്റെ അടുത്ത് പോയി ഗംഗയെ കല്യാണം കഴിക്കുമോ എന്ന് നമ്മുടെ ശാരദ തന്നെ ചോദിക്കുക. അമ്മായിക്ക് വേറെ ആരോട് സഹായം ചോദിക്കാനില്ല, മറ്റൊരു കല്യാണം നടത്താനുള്ള കെൽപ്പൊന്നും അമ്മായിക്കില്ല, എൻ്റെ മോൻ എന്നെ കൈവിടില്ല എന്നും പറഞ്ഞ് വിനീതിൻ്റെ മുന്നിൽ കൈകൂപ്പുവാണ് കേട്ടോ. അപ്പം വിനീത് പറയും, എനിക്ക് ഗംഗയെ കല്യാണം കഴിക്കാൻ 100 വട്ടം സമ്മതം അമ്മായി ഇങ്ങനൊരു വാക്ക് പറയുന്നത് കേൾക്കാൻ ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു. ഗംഗയ്ക്ക് സമ്മതമാണ്, ഈ കല്യാണം ഉറപ്പായിട്ട് നടക്കും എന്ന് വിനീതും ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാൻ.